ഞങ്ങള് വൈപ്പിൻ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാറുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പോവാണ്. നമുക്ക് പോയിട്ട് വരാം. ഞങ്ങളൊന്ന് കായൽ കാണാൻ പോവാണ്. കായൽ കാണാൻ എവിടെ പോലെ പോണം കുറിച്ച്? എവിടെ നമ്മൾ പോണേ? കായൽ കാണാൻ. ഇതാണ് നമ്മുടെ കുരിശിങ്കപ്പള്ളി. 1573 പോർച്ചുഗീസുകാർ പണിതാട്ടോ ഇത്. നമ്മള് എവിടെ വന്നേക്കണേ? പള്ളിയില്, കുരിശിങ്കപ്പള്ളിയില്. ഇവിടെ നല്ല രസാട്ടോ. വൈകുന്നേരമൊക്കെ ഇവിടെ വന്നിരുന്നാല് നല്ല പീസ് ഓഫ് മൈൻഡ്. ഇത് ആ ഭാഗത്ത് കാണുന്ന കണ്ടോ? ആ ഭാഗത്ത് കാണുന്നതാണ് എറണാകുളം ഗോശ്രീ പാലം. കപ്പലല്ല, ബോട്ട്. കൊച്ചിന് കായല് കാണണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് അങ്ങനെ ഇറങ്ങിയതാട്ടാ. ഇവിടെ നടക്കുമ്പോ ഭയങ്കര സൂക്ഷിച്ച് നടക്കണം കേട്ടോ. കിടിലം വ്യൂ. ഇങ്ങനെ വന്ന് ഇവിടെ നിക്കുമ്പില്ലേ നല്ല കിടിലം വ്യൂ ആട്ടോ. അയ്യോ, പനിച്ച് പേടിയാവണ്ടോ? എനിക്ക് പേടിയായിട്ടോ. ഗായ്സ്, ദേ അവിടെ കണ്ടോ? അതാണ് നമ്മുടെ ഗോശ്രീ പാലം. ഇപ്പുറത്ത് അങ്ങേയറ്റത്തായിട്ട് ആ ഭാഗത്തായിട്ടാണ് വല്ലാർപാടം പള്ളി. മാലയോ? എന്താ അത്? കൊന്ത. പഠിക്കുന്ന പിള്ളേരാ. നല്ലൊരു ഫീലാ. ആ കാറ്റൊക്കെ വീശുമ്പോ തന്നെ നമുക്കൊരു മനസ്സിനൊരു സമാധാനം കിട്ടും. പൂവറിച്ച് എൻ്റെ കുഞ്ഞിനൊരു അബദ്ധം പറ്റി ഗായ്സ്. അത് നിങ്ങക്ക് ഇപ്പൊ വന്നേ. എന്താണ്? എന്തുപറ്റി? എന്താണ്? കഴിക്കെന്താണ്? എവിടെ നോക്കട്ടെ. എവിടെ? കൈ പൊട്ടിയാ? എവിടെ നോക്കട്ടെ ചേട്ടാ. വീഡിയോ എടുക്കട്ടായിരുന്നോ? ഇതല്ലേ ഗൈസ്, കൊച്ചിന്റെ കൈ പൊട്ടിയിരിക്കാണ്. എന്താ ഇപ്പൊ ചെയ്യണ്ടേ? പൂവറിച്ചപ്പോ പൊട്ടിയാ? ഇല പറിച്ചപ്പോ പൊട്ടിയാ? നല്ല കാര്യം ചിറ്റ പറഞ്ഞല്ലേ വേണ്ടാന്ന്. പറിച്ചല്ലേ ഏതാന്ന് മനസ്സിലായോടി? ഇതേ ഈ മറ്റേ പൂക്കളത്തിനിടൂലേ ആ സാധനം കൊച്ചു പറിച്ച. വെറുതെ അല്ല കൊച്ചിന്റെ കൈ പൊട്ടിയതടി. എന്താ ഇതിന്റെ പേര്? എന്നിട്ടായിരുന്നു ഇതിന്റെ പേരെന്തായിരുന്നു? പൂക്കളത്തിലിടണ സാധനം ശതാവരി. അതാടി കൊച്ചു പറിച്ചത്. മുള്ളുണ്ട് പൊന്നുശ അതിനകത്ത്. അതാണ് കൈ പൊട്ടിയത്. വീട്ടിൽ പോയിട്ട് മരുന്ന് നോക്കാട്ടാ. എന്നാ വീട്ടിൽ പോവാ. കമോ, ഞങ്ങള് വീട്ടിൽ പോവാണ് ഗൈസ്.
പറഞ്ഞേ വീട്ടിൽ പോണേന്ന് പറ. ആ ഞങ്ങള് വീട്ടിൽ പോവാണ്. കൈ മുറിഞ്ഞതിന്റെ സങ്കടത്തിൽ കൊച്ചിനെ വീട്ടിൽ പോണോന്നാ പറയണേ. അപ്പൊ ഞങ്ങള് വീട്ടിൽ പോണേ അല്ലേ പൊന്നൂശേ? പറഞ്ഞേ വീട്ടിൽ പോണേന്ന് ബായ് പറഞ്ഞേ. ഓക്കെ ബൈ ഗൈസ്. പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ഫസിയോലോട്ടാണ് പോയത്. എനിക്കൊരു ഡ്രസ്സ് എടുക്കണമായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ എത്തി. 7 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സമയം. അപ്പോൾ നേരെ അകത്ത് കയറി. അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഫസിയോയിൽ. ക്രോപ്പ് ടോപ്സിൻ്റെ കളക്ഷൻസ് നല്ലോണം ഉണ്ട്. പക്ഷേ എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ സ്റ്റുഡിയോനേക്കാൾ ഒരുപാട് വിലക്കുറവൊന്നുമില്ല. ചുരിദാർ ഐറ്റംസിനൊക്കെ ഈ പറയുന്ന 999 ഒക്കെയാണ് റേറ്റ് വരുന്നത്. 699 അതൊന്നും എനിക്ക് അത്ര അഫോർഡബിളായിട്ട് തോന്നിയില്ല കേട്ടോ. അതിനേക്കാളും നല്ലത് എന്തുകൊണ്ടും സ്റ്റുഡിയോ തന്നെയാണ്. പക്ഷേ നല്ല വെറൈറ്റി കളക്ഷൻസ് ഓഫ് ക്രോപ്പ് ടോപ്സ് ഉണ്ട് ഫസിയോയിൽ കേട്ടോ. സ്റ്റുഡിയോനെ ഫീൽ ചെയ്തിട്ടോ ഗൈസ്. എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ ഇത് തന്നെയാണ് മേടിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ കളർ. എനിക്ക് നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ് ഗൈസ്.